അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഓണം എവിടെ എത്തിയെന്ന്. ഓണം അങ്ങ് ദൂരെ എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണം ഇപ്പം അടുത്തെത്തിയൊക്കെയാണ്. അപ്പോൾ ഓണം അടുത്തെത്തിയത് പിന്നെ ഓണം അടുത്തെത്തിയിട്ട് ഓരോരോ കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് വൃത്തിയാക്കലും പരിപാടി പണിയുണ്ട്. എണീക്ക് നന്ദുവിന് കുറച്ച് പണി കൊടുക്കണം. അപ്പം അതിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തുടങ്ങിയേക്കണത്. ആദ്യം തന്നെ ഇന്ന് തന്നെ സ്റ്റാർട്ട് ഇന്നാട്ടാ. ഇന്ന് ഇതുവരെ ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് അധികം വലിയ പണിയൊന്നുമില്ല. കാരണം കുറച്ച് കർട്ടനും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് വൃത്തിയാക്കിയതാണ്. അതുകൊണ്ട് ഓടിച്ചിട്ട് ഒരു വൃത്തിയാക്കൽ. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓണാശംസകൾ. ഉത്രാടത്തിൻ്റെ തലേന്നാണ് കേട്ടോ ഞങ്ങൾ ഈ പരിപാടികളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ചവിട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകണം. നന്നേ വെയിൽ കണ്ടപ്പോഴേ വിചാരിച്ചതാണ്. പക്ഷേ കഴുകിയിട്ടുണ്ടായിട്ടില്ല. ഈ ഒരു ചവിട്ടി വന്നതിന് ശേഷം പൊടിയും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാട്ടോ. കാരണം മണ്ണ് ഫുൾ ഇതിനകത്തോട്ട് അങ്ങോട്ട് പിടിച്ചോളും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജില്ലി ഇട്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ മണ്ണ് കുറവാണ്. പിന്നെ ഇത് ഞങ്ങൾ അന്നേ ഉള്ള ആ ഒരു പൊടിയും മണ്ണൊക്കെയാണ് ഇട്ട കണ്ട. അതിൻ്റെ കളർ തന്നെ മാറിപ്പോയി. അപ്പോൾ കുറച്ച് ദിവസം അധികം ആയിട്ടുണ്ട് അത് ഒന്ന് കുടഞ്ഞിട്ട്. എന്തായാലും ഓണമല്ലേ വരുന്നതെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ആ ഒരു ഇതിന് ഞങ്ങൾ കുടയാണ്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് സോപ്പും പൊടിയൊക്കെ ഇട്ട് ഒരച്ചങ്ങോട്ട് വൃത്തിയാക്കി എടുക്കും കേട്ടോ. ശരിക്കും നല്ലൊരു ഗുണമുള്ളൊരു ചവിട്ടിയാണത് കേട്ടോ, മണ്ണൊക്കെ പിടിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഓണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളെ കുഞ്ഞു പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് നമ്മളെ ഓണത്തിൻ്റെ അന്നാണ് ഞങ്ങൾ വലുതാക്കുള്ളൂ. പണ്ടൊക്കെ ഓണവും വിഷുവൊക്കെ വരുമ്പോൾ അമ്മയെ കിടന്ന് മുക്കറായിട്ട് പണിയെടുക്കണതാണ്. ഒരാഴ്ച 2 ആഴ്ച മുന്നേ തുടങ്ങും ഓണത്തിൻ്റെ വൃത്തിയാക്കലും വെട്ടിപ്പാക്കലും ഒക്കെ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു എല്ലാ സ്ഥലങ്ങളിലും. കാരണം ഉണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല. വൃത്തിയാക്കാഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഈ കൊല്ലത്തിൽ 2 പ്രാവശ്യം എത്താനും നമ്മൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം അല്ലേ. നമുക്കത് വൃത്തികേടായെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ അത് അപ്പം തന്നെ എടുക്കും. അതുകൊണ്ട് ഈ കൊല്ലത്ത് ഈ ഓണം വിഷുവൊക്കെ വരുമ്പോൾ നമ്മൾ കിടന്ന് മരിച്ച് പണിയെടുക്കാൻ നിൽക്കണം എന്ന് എനിക്ക് അതിനോടൊരു അഭിപ്രായം ഇല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ നമുക്കത് വൃത്തിയാക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊരു ഓണം വിഷുവും വരുമ്പോൾ അത് കിടക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് മനസ്സിലായോ എന്നറിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു എന്തെങ്കിലും ആവട്ടെ, ഓരോരുത്തരുടെ അഭിപ്രായങ്ങളല്ലേ അത്. അപ്പോൾ ആ വക പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മളെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാനിട്ട് ഞങ്ങൾ അടുത്തുള്ള മാട്ടൂരുള്ള ഞങ്ങളെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഹെൽമെറ്റ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. അതൊന്ന് കയറിയിട്ടാകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പച്ചക്കറി സാധനങ്ങളൊന്നും ഞാൻ ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഓണമായാലും വിഷു ആയാലും നമുക്ക് സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് നോൺ വെജ് ഇല്ലാണ്ട് നമ്മൾ കണ്ണൂക്കാർക്ക് എന്ത് സദ്യ വന്നല്ലേ. നമുക്ക് ചിക്കൻ പൊരിച്ചത്, ചിക്കൻ വരട്ടിയത്, മീൻ പൊരിച്ചത്, മീൻ കറി അല്ലെങ്കിൽ ചെമ്മീൻ കറി, ഇത് അങ്ങനെയൊക്കെയാണ് നമ്മളെ സദ്യ. ഇല നിറച്ച് സദ്യ, ഇതാണ് പരിപാടി. അല്ലാണ്ട് കുറേ പച്ചക്കറികളിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഒരുപാട് പച്ചക്കറി ഒന്നും വെച്ചാലൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന സാധനം നമ്മൾ നല്ലൊരു ദിവസം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വെക്കേണ്ടത്. അപ്പോൾ നല്ല മഴക്കാരിങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങളെ മാട്ടുപ്പാലത്തേമേ കൂടി ഞങ്ങൾ ആ സാധനമൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്കാണ്. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ടൊരു പരിപാടിയുണ്ട്, കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകണം. അതിന് മുൻപ് ഞാനൊരു സ്വർണ്ണക്കൊലുസ് വാങ്ങിച്ച കഥ ഞാനിവിടെ തമ്പനയിൽ കൊടുത്തിട്ടുണ്ടോ എന്താണെന്നറിയില്ല. അപ്പോൾ ഒരു സ്വർണ്ണക്കൊലുസല്ല കേട്ടോ ഇത്. ഒന്നും നോക്കിയില്ല, പൈസ നോക്കിയിട്ടില്ല. 93 റുപ്യയുള്ള മീശോന്ന് വാങ്ങിയതാണ്. പക്ഷേ സാധനം നല്ല അടിപൊളിയായിട്ട് എനിക്ക് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പം ലിങ്കും കാര്യങ്ങളൊന്നും ചോദിക്കരുത്, അതൊന്നും എനിക്കിപ്പോൾ തരാൻ അറിയില്ല, അതൊന്നുമില്ല. അപ്പോൾ ഈ സാധനം വേണമെങ്കിൽ നമ്മളിങ്ങനെ ഇതുപോലെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും എന്തായാലും. അപ്പോൾ ഇതിൽ കിളിങ്ങണ സാധനമൊക്കെ ഉണ്ട്. കിളിങ്ങണ സാധനമൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞിട്ട്, അതൊന്നും എനിക്കിഷ്ടമല്ല. മണി എനിക്ക് അത്ര പണ്ടേ കുഞ്ഞുനാളിലേ എനിക്ക് ആ സാധനത്തിനോട് വലിയ താല്പര്യമില്ല, കിളിന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അഴിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മീശോയിലൊക്കെ ഒന്ന് കയറിയിട്ട് നോക്കിക്കോട്ടെ. അപ്പോൾ ഇനി നേരെ കല്യാണത്തിന് പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഞങ്ങളൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പം ലാസ്റ്റ് മാറ്റാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്താ പറയുക, എല്ലാവരും ഓണത്തിൻ്റെ ഉത്രാടപ്പാച്ചിലും എല്ലാ പാച്ചിലുമായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയായിരിക്കും. ഞങ്ങളുടെ ചെറിയൊരു ഓട്ടമൊക്കെ കണ്ടല്ലോ, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചെറിയ ഓട്ടം പാച്ചിലൊക്കെ ഞങ്ങളതും അങ്ങനെ കഴിഞ്ഞ്. പിന്നെ ഇനിയിപ്പോൾ വന്നിട്ട് വേണം ഒന്ന് പെരയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ഞാൻ ഉത്രാടത്തിന് തലേ ദിവസമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് കല്യാണത്തിനൊക്കെ പോയി വന്നിട്ട് വേണം വൃത്തിയാക്കലും പരിപാടിയൊക്കെ ഒന്നും കൂടി ഒന്ന് ക്ലീനിങ്ങിനൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും അങ്ങനെ തന്നെയുള്ള സ്വാഭാവികം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഓണം വ്ളോഗിന് ഇടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല. വലിയ സദ്യയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ മൂഡൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു വ്ളോഗ് ആക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.